എൻ്റെ ജീവിതത്തിൽ ഇത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സീരീസ് ഞാൻ കണ്ടിട്ടില്ല. ലൈഫ് ടൈം സെറ്റിൽമെൻറ്റോ ലൈഫ് ഇൻഷുറൻസോ എന്ത് വേണമെങ്കിൽ കൊടുക്കുക, വെക്കണം ഇതിൻ്റെ മേലൊരെണ്ണം. ഞാനിപ്പോൾ ഈ സീരീസ് ബിഞ്ച് വാച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് വരുന്നതാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. പക്ഷേ ഒരു രക്ഷയില്ല. അതായത് 8 സീസണുകളിൽ 12 എപ്പിസോഡ് വെച്ചിട്ടുണ്ട്. മൊത്തം 96 എപ്പിസോഡ്. 3 ആഴ്ച എടുത്തു എനിക്കിത് കണ്ടു തീർക്കാൻ. ഞാൻ ഈ 2-3 ആഴ്ചയായിട്ട് ഞാൻ വേറെ ഒന്നും കണ്ടിട്ടില്ല. ഇത് മാത്രം ആ ഒരു ലോകത്തായിരുന്നു ഞാൻ. ഏത് റേറ്റിംഗ് വേണമെങ്കിൽ എടുത്തോ. IMDbയിൽ 8.3, റോട്ടൻ ടൊമാറ്റോസിൽ 85, 8 എമ്മി അവാർഡ്സും കൂടി കിട്ടിയിട്ടുണ്ട്. ഇത് എന്തിനെ കുറിച്ചുള്ള സീരീസ് ആണെന്ന് മാത്രം പറഞ്ഞുതരാം. അമേരിക്കയുടെ സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി ഉണ്ടല്ലോ, അവരുടെ ആ ഒരു ചാര സംഘടന. അപ്പോൾ അതിൽ അവരെങ്ങനെയാണ് ഓരോ രാജ്യങ്ങളിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നത് എന്നതാണ് ബേസിക്കലി സംഭവം. ഓരോ സീസണും ഓരോ രാജ്യമായിരിക്കും. പാകിസ്ഥാനിലൊക്കെ വന്നിട്ടൊരു 4-ാമത്തെ ഒരു സീസൺ ഉണ്ട്. എൻ്റെ പൊന്നോ, നമ്മുടെ ഇവിടുത്തെ ഈ ബോളിവുഡുകാർ എടുക്കാൻ നോക്കില്ലേ ഓരോ പാകിസ്ഥാനിൽ പോയിട്ട് സിനിമയും സീരീസൊക്കെ, അവിടുത്തെ തീവ്രവാദ സംഘടനകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യാന്നൊക്കെ. ഒന്നുമല്ല, ഇത് കാണണം. അവർ ആ ഒരു സംഭവമാണ് കാണിച്ചു തരുന്നത്. അതുപോലെ ഇറാനിൽ പോകുന്നുണ്ട്, സിറിയയിൽ പോകുന്നുണ്ട്, അമേരിക്കയുടെ ഉള്ളിൽ തന്നെ. അങ്ങനെ ഓരോ സീസണിൽ ഇങ്ങനെ ഓരോ പുതിയ പുതിയ അഡ്വഞ്ചേഴ്സ് പോലത്തെ പരിപാടിയാണ്. അതായത് നമ്മളെ ടെൻഷൻ അടിപ്പിക്കും. നമ്മൾ വിചാരിക്കും ഇങ്ങനെ ആയിരിക്കും സംഭവിക്കാമെന്ന്. അതേ അല്ല, വേറെ എന്തെങ്കിലും സംഭവിക്കും. അങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് മൊത്തം പോക്ക്. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് സമയമുണ്ട്, കിടിലൻ ഒരു സീരീസ് കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ വയ്ക്കോ. ഹോംലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ട്, അങ്ങോട്ട് കാണുക. ഞാൻ ഗ്യാരണ്ടി, ഒന്നും നോക്കണ്ട.